എല്ലാ പേർക്കും ജി പി ടോക്സിലേക്ക് സ്വാഗതം. സാധാരണ ഞാനിവിടെ പറയാറുള്ളത് സയൻസ്, ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരവും ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു വിഷയമല്ല. ഇതൊരു സറ്റയറാണ്. എൻ്റെ അവതരണം പെർഫെക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ നാളായി മനസ്സിൽ കിടക്കുന്ന ഒരു ആശയം നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളിത് എഗ്രി ചെയ്യുമോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ പുറത്തുനിന്ന് നോക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കാർക്കും നമ്മുടെ മുഖം കാണാൻ കഴിയില്ല. കണ്ണാടികളും ക്യാമറയും കാണിക്കുന്നത് അതിൻ്റേതായ ക്വാളിറ്റി അനുസരിച്ചാണ്. അതിനാൽ വല്ലപ്പോഴും ഒന്ന് നമ്മുടെ മുകളിലേക്ക് പോയി നമ്മളെ തന്നെ ഒന്ന് നോക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ കണ്ടത് ഒരു കഥയായി പറയാൻ ശ്രമിക്കാം. ഹോയ് ഹോയ്, തമ്പ്രാൻ വരുന്നു, ഓടിക്കോ! മണികിലുക്കത്തോടു കൂടിയ നിലവിളി, ആളുകളുടെ മരണപ്പാച്ച്, ചെളിയിൽ തെന്നി വീഴുന്ന മനുഷ്യർ, ഒരു മുഖത്തിൽ ഒരു വശത്ത് കാള, മറുവശത്ത് ഗർഭിണിയായ ചാത്ത. അടിയടാ അവളെ! തമ്പ്രാന്റെ അലർച്ച. ദുസ്വപ്നം കണ്ട് കണ്ടൻ ഞെട്ടി ഉണർന്നു. 1.5 നൂറ്റാണ്ടായി കണ്ടൻ സ്വർഗത്തിലാണ്. പക്ഷെ ആ ദുർനാളുകൾ അയാളെ വിട്ടുപോകുന്നില്ല. സ്വർഗത്തിൽ സുഭിക്ഷമാണ്. തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച തമ്പ്രാൻ ഇപ്പോൾ നരകത്തിലാണ്. പക്ഷേ തമ്പ്രാൻ നരകത്തിലായതുകൊണ്ടും താനും ചാത്തയുമൊക്കെ സ്വർഗത്തിലായതുകൊണ്ടും കഴിഞ്ഞുപോയ നരകയാതനകൾക്ക് പരിഹാരമാകുന്നില്ല. മനുഷ്യനായി ഭൂമിയെ സ്വർഗമാക്കുമ്പോഴേ ഇതൊക്കെ മനസ്സിൽ നിന്ന് പോവുകയുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്വപ്നത്തിൽ വന്ന തൻ്റെ കൊച്ചുമോനെ കണ്ടൻ ഓർത്തത്. ഗ്രാൻഡ് സൺ. അവൻ പറഞ്ഞിരുന്നു, അപ്പപ്പാ, കേരളം മാറി, ഇപ്പോൾ ജനാധിപത്യം, എല്ലാവരും ഈക്വൽ. അത് കേട്ടപ്പോൾ കണ്ടനൊരു കൗതുകം തോന്നി. എന്നാൽ കുറച്ച് ദിവസം അവൻ്റെ കൂടെ താമസിച്ച് നോക്കിയാലോ? അങ്ങനെ കണ്ടൻ ഭൂമിയിലേക്ക് വന്നു. കൊച്ചുമോൻ്റെ ശരീരത്തിൽ ആവാഹിക്കപ്പെട്ടു. പിന്നെ കണ്ടൻ കേരളം കണ്ടു. കേരളം മാറിയിട്ടുണ്ട്. വലിയ റോഡുകൾ, ഉയരമുള്ള കെട്ടിടങ്ങൾ, മിന്നുന്ന നഗരങ്ങൾ, എല്ലായിടത്തും വൈദ്യുത വിളക്കുകൾ, കൊടിതോരണങ്ങൾ, ഉച്ചഭാഷിണി കോലാഹലങ്ങൾ. കണ്ടന് കണ്ണും ചെവിയും പൊട്ടുന്നത് പോലെ തോന്നി. കണ്ടൻ അതിശയിച്ചു. പണ്ടും കൊട്ടാരങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും എണ്ണം ഉണ്ടായിരുന്നില്ല. ജനങ്ങളും ഇത്ര ഉണ്ടായിരുന്നില്ല. കണ്ടൻ കൊച്ചുമോനോടൊപ്പം ഒരു സർക്കാർ പരിപാടി കണ്ടു. രാജാക്കന്മാർ പോയിട്ടുണ്ട്, പക്ഷേ പ്രിവിലേജുകൾ പോയിട്ടില്ല. കണ്ടൻ്റെ കൊച്ചുമോനായിരുന്നു അതിൻ്റെ സംഘാടകൻ. കണ്ടൻ തമ്പുരാൻ്റെ ഉഴവുകാരനായിരുന്നത് ഓർത്തുപോയി. അവിടെ ആര് ഏത് കസേരയിലിരിക്കണം, ആരുടെ കസേര എത്ര ഉയരത്തിൽ വേണം, ആരാദ്യം വരണം, ആര് പിന്നെ ഇരിക്കണം, ആര് വേദിയിലിരിക്കണം, ആര് സദസ്സിലിരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്ന പ്രോട്ടോകോൾ ഓഫീസർമാരുണ്ടായിരുന്നു. കണ്ടൻ ചിരിച്ചു. പണ്ടിത് എഴുതി വച്ചിരുന്നില്ല. ചിലർ ചെയ്തു, അതുകൊണ്ട് അത് തെറ്റായി. പക്ഷേ ഇപ്പോൾ അതേ കാര്യം നിയമവും പ്രോട്ടോകോളുമായി മാറിയിരിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, അന്ന് ചില ജാതിക്കാർ ചെയ്തിരുന്നു. ഇന്ന് PSC വഴിയോ പുറം വാതിലൂടെയോ അവസരം കിട്ടുന്നവർ ചെയ്യുന്നു. പക്ഷെ കണ്ടൻ ഒരു കാര്യം മനസ്സിലാകുന്നില്ലായിരുന്നു. അന്ന് അടിമത്തം ഉണ്ടായിരുന്ന കാലത്ത് പോലും മിക്ക അടിമകൾക്കും തങ്ങൾ അടിമകളാണെന്ന് മനസ്സിലായിരുന്നില്ല. അവർ കരുതിയിരുന്നത് ജീവിതം ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതുപോലെ തന്നെയല്ലേ ഇന്നും? രാവിലെ മുതൽ രാത്രി വരെ പ്രഷർ, ടാർഗറ്റ്, ലോൺ, EMI, ടാക്സ്, പിന്നെ കുറച്ച് സമയം കിട്ടുമ്പോൾ മാൾ, സിനിമ, പാർട്ടി, മറ്റെന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ്. പക്ഷെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനുഷ്യന് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. അതുകൊണ്ടായിരിക്കാം വേർതിരിവുകൾ രൂപം മാറി വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോഴാണ് കണ്ടൻ്റെ കൊച്ചുമോൻ പറഞ്ഞത്, അപ്പപ്പനോട് ചെയ്തതിന് ഞാൻ പകരം വീട്ടും. കണ്ടൻ ചിരിച്ചു. ആരോടാ? അന്ന് ചെയ്തവർ ഇന്നില്ലല്ലോ. പിന്നെ നിന്റെ വെർഷൻ അനുസരിച്ച് ഇന്ന് അനുഭവിക്കുന്നവരുടെ പിൻഗാമികളെ ഇതുപോലെ തന്നെ തിരിച്ചും ചെയ്യണ്ടേ? അപ്പോൾ എന്നും നിരപരാധികളല്ലേ ശിക്ഷിക്കപ്പെടുക? നിങ്ങൾ എന്താ മാറാത്തത്? കണ്ടൻ ചോദിച്ചു. പിന്നീട് കണ്ടൻ റോഡിലേക്ക് നോക്കി. ഒരു മന്ത്രി വരുമ്പോൾ പോലീസ് ആളുകളെ തടയുന്നു, വാഹനങ്ങൾ നിർത്തുന്നു, ആളുകൾ മാറി നിൽക്കുന്നു. അപ്പോൾ കണ്ടന് പഴയ മണികിലുക്കം ഓർമ്മ വന്നു. അന്ന് കിലുക്കം കേട്ടാൽ മാറി നിൽക്കും, ഇന്ന് ബീക്കൺ കണ്ടാൽ മാറി നിൽക്കും. രണ്ടിടത്തും മാറിയില്ലെങ്കിൽ അടി കിട്ടും. അന്ന് ചൂരലും തിരണ്ടിവാലും, ഇന്ന് ലാത്തിയും ടിയർ ഗ്യാസും. പിന്നീട് കണ്ടൻ കൊച്ചുമോൻ്റെ ശരീരത്തിലൂടെ വലിയ ക്ലബ്ബുകൾ കണ്ടു. അകത്ത് പ്രത്യേക ആളുകൾ, പുറത്ത് സെക്യൂരിറ്റി, പ്രവേശനം ചിലർക്ക് മാത്രം. അകത്തിരിക്കുന്നവർ പുറത്തു നിൽക്കുന്നവരെ നോക്കുന്ന രീതി കണ്ടന് പഴയ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവന്നു. പണ്ട് പല്ലക്കിലിരുന്ന് താഴെ നടക്കുന്നവരെ നോക്കി ഇളിച്ചതുപോലെ കണ്ടൻ വീണ്ടും ഓർത്തോർത്ത് ചിരിച്ചു. പണ്ട് ഇങ്ങനെയായിരുന്നു. ചില ക്ഷേത്രങ്ങളിൽ
കൊട്ടാരങ്ങളിൽ, മാളികകളിൽ, എന്തിനേറെ ചില വീടുകളിൽ പോലും എല്ലാവർക്കും പ്രവേശനമില്ലായിരുന്നു. ഇന്ന് പേരുകൾ മാത്രം മാറി. പിന്നീട് കണ്ടൻ ഓഫീസുകളിലും പോയി. അവിടെയും പഴയ രാജഭരണത്തെ പോലെ പുതിയ തട്ടുകൾ ഉണ്ടായിരുന്നു. മുകളിൽ ചെയർമാൻ, അതിന് താഴെ ഡയറക്ടേഴ്സ്, പിന്നെ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ടീം ലീഡേഴ്സ്, സ്റ്റാഫ്. കണ്ടൻ ചിരിച്ചു. പണ്ട് രാജാവ്, ചക്രവർത്തി, നാടുവാഴി, ജന്മി. ഇന്ന് മന്ത്രി, IAS ഉദ്യോഗസ്ഥൻ, മാനേജർ, സൂപ്പർവൈസർ. പേരുകൾ മാറി, ക്രമങ്ങൾ മാറി, പക്ഷെ മുകളിൽ നിൽക്കാനുള്ള ആഗ്രഹം മാറിയില്ല. കണ്ടന് തോന്നി മനുഷ്യനിൽ ആൽഫ ഫീമെയിലും ആൽഫ മെയിലും തേനീച്ച പോലെയുള്ള ചില ജീവികളിൽ ഉള്ളതുപോലെ പ്രകൃതിയില്ല. പക്ഷെ സാമൂഹ്യമായി മനുഷ്യൻ അതുണ്ടാക്കുന്നു. ഏത് വ്യവസ്ഥയിലായാലും അവൻ അത് വീണ്ടും വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പണ്ട് ചങ്ങല മാത്രമല്ലായിരുന്നു, കഴുത്തിൽ വളയങ്ങളും ഉണ്ടായിരുന്നു. ആ വളയം മുറിച്ചു മാറ്റി ഓടിപ്പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് അതിലും ആധുനികമായ വളയങ്ങളാണ്. എല്ലാവരുടെയും കയ്യിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ. മൃഗങ്ങളുടെ കഴുത്തിൽ ടാഗ് ഇടുന്നത് പോലെ മനുഷ്യനും ഇപ്പോൾ ഡിജിറ്റലായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരാൾ എവിടെയാണെന്ന്, എന്ത് ചെയ്യുന്നതെന്ന്, എന്താണ് ഇഷ്ടമെന്ന് വരെ പതിയെ പതിയെ അറിയുന്ന ലോകം. അതനുസരിച്ച് അവനെ മനസ്സിലാക്കുന്ന ലോകം. ചങ്ങല കാണുന്നില്ല, പക്ഷെ ബന്ധനം ശക്തമായി തന്നെയുണ്ട്. അപ്പോഴാണ് കണ്ടന് ഇതിൻ്റെ യഥാർത്ഥ പൊരുൾ മനസ്സിലായത്. മനുഷ്യൻ മറ്റൊരാളേക്കാൾ മുകളിലായി നിൽക്കാൻ മാത്രമല്ല, മറ്റൊരാളേക്കാൾ മുന്നിലെത്താൻ ശ്രമിക്കുന്ന ജീവിയാണ്. എവിടെയായാലും മത്സരമാണ്. ഒരു കല്യാണ സദ്യയിൽ പോലും ഭക്ഷണം തീരില്ലെന്നറിയാം, പക്ഷെ മുന്നിൽ കയറാൻ തള്ളും. മീനിൻ്റെ നടുക്കഷ്ണം, കൂടുതൽ മാംസമുള്ള ഭാഗം അത് തനിക്കേ കിട്ടാവൂ എന്ന ചിന്ത. അത് കിട്ടാനായി അവൻ തള്ളുകയും മുന്നിൽ കയറുകയും ചെയ്യും. ഇതാണ് മനുഷ്യൻ്റെ ഉള്ളിലെ ചെറിയ രാജാവ്. അവൻ അവസരം കിട്ടുമ്പോഴേക്ക് പുറത്തേക്ക് വരാൻ ശ്രമിക്കും. അപ്പോൾ കണ്ണന് കാര്യം കൂടുതലായി മനസ്സിലായി. വേർതിരിവുകൾ നിയമം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല. രാജാധിപത്യം മാറി ജനാധിപത്യം വന്നു. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൽ മറ്റൊരാളേക്കാൾ മുകളിലായി നിൽക്കണം എന്ന ചിന്ത അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. വേർതിരിവുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഓരോ മനുഷ്യനും ശ്രമിച്ചു മാറ്റാതെ അതൊരിക്കലും അവസാനിക്കില്ല. സമത്വം അവനവനിൽ തുടങ്ങണം. അതിന് മനുഷ്യൻ കുറച്ചൊന്ന് അവൻ്റെ പുറത്തേക്ക് വന്നിട്ട് അവനെ തന്നെ ഒന്ന് നോക്കണം, പക്ഷപാതമില്ലാതെ. ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും താൻ മറ്റൊരാളേക്കാൾ ഉയരത്തിലാണെന്ന് തോന്നി തുടങ്ങിയാൽ അവനിൽ ഉച്ചനീചത്വം തുടങ്ങിയിരിക്കുന്നു. അത് ഏത് അധികാരം കൊണ്ടായാലും ശരി. ഭാര്യയും ഭർത്താവും തമ്മിലായാലും, അച്ഛനും മക്കളും തമ്മിലായാലും, ജോലിയിലായാലും, സമൂഹത്തിലായാലും, നമ്മുടെ കൂടെയുള്ളവരെ നമ്മളെപ്പോലെ സമന്മാരായി കാണാൻ നമുക്കുള്ളിൽ കഴിയുന്നില്ലെങ്കിൽ വേർതിരിവുകൾ നമ്മളിൽ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ തുടങ്ങുന്ന ഉച്ചനീചത്വങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. അത് ജനാധിപത്യത്തിലായാലും രാജാധിപത്യത്തിലായാലും ശരി.